സ്പോട്ട് ലൈവ് ഇനി പോകുന്നത് കൊല്ലത്തേക്കാണ്. കൊല്ലം ജില്ലയിലുണ്ടായ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ഒരു സുപ്രധാനമായ വാർത്ത. കൊല്ലം പുത്തൂരിൽ ബാധ ഒഴിപ്പിക്കാൻ എന്ന പേരിൽ ജ്യോതിശാലയത്തിലെത്തിയ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ മുരാരി തന്ത്രി എന്ന പേരിൽ അറിയപ്പെടുന്ന രാജം ബാബുവിനെതിരെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. പൂജാമുറി എന്ന് വിശ്വസിപ്പിച്ച് പെൺകുട്ടിയെ കൊണ്ടുപോയത് അയാളുടെ കിടപ്പ് മുറിയിലേക്കാണെന്നും അവിടെ വെച്ച് കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തുവെന്നുമാണ് പുറത്തുവരുന്ന വിവരം. സംഭവ സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ മുറിക്കുള്ളിൽ നിന്നും രക്തക്കറയും കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾ സമാനമായ കുറ്റകൃത്യങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട് എന്ന കാര്യവും പോലീസ് അന്വേഷിച്ചു വരികയാണ്. എന്തായാലും ഗുരുതരമായ കണ്ടെത്തലുകളാണ്. സമൂഹ മാധ്യമത്തിലെ താരം കൂടിയാണ് പുള്ളി വലിയ തരത്തിൽ റീലുകളിട്ട് വലിയ അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ചതാണ്. ഇയാൾക്കെതിരെയാണ് ഇപ്പോൾ അതിഗുരുതരമായ കണ്ടെത്തലുകൾ. കഴിഞ്ഞ ദിവസത്തെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. വിനീഷ് ചേരുന്നു കൊല്ലത്ത് നിന്നും. വിനീഷ്, ഈ മുരാരി തന്ത്രി ഇയാൾക്കെതിരെ അതിഗുരുതരമായ ആക്ഷേപങ്ങളാണ്. ഇപ്പോൾ പോലീസിന്റെ പുതിയ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? ഇയാൾ സമാനമായ കേസുകൾ കുടുങ്ങിയിട്ടുണ്ടോ എന്ന കാര്യം കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ടോ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് രഞ്ജിത്ത്. ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവന്നത്. 16-കാരിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ബലാത്കാരമായിട്ട് കുട്ടിയെ ഉപദ്രവിക്കുകയും ചെയ്തു എന്നുള്ളൊരു വാർത്ത. ശരിക്കും പറഞ്ഞാൽ പോലീസ് ഈ സംഭവത്തിൽ വളരെ ഗൗരവത്തോടെ തന്നെ അന്വേഷിച്ചു എന്നുള്ളതാണ്. ഉടൻ തന്നെ ഈ പ്രതിയെ പിടികൂടാനും സാധിച്ചു. ഇയാൾ ഭരണിക്കാവിലുള്ള ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് ഒളിച്ച് താമസിക്കുന്നതിനിടയിലാണ് പോലീസ് അവിടെ തന്ത്രപൂർവ്വം അവിടെ എത്തുകയും പിടികൂടുകയും ചെയ്തത്. വളരെ ആശ്വാസകരമാണ്. ഇയാൾ ഇപ്പോഴും കുറ്റം സമ്മതിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഇയാൾ പറയുന്നത് തന്നെ ഈ ട്രാപ്പിൽ ആക്കാൻ നോക്കിയതാണ്. ഏകദേശം 20 ലക്ഷം രൂപയോളം ചില കണക്കുകളുണ്ട് എന്നൊക്കെ പോലീസിനോട് പറയുന്നുണ്ട്. മാധ്യമങ്ങളോടും ചില ഓൺലൈൻ മാധ്യമങ്ങളോടും അത്തരത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ പോലീസ് മുഖവിലക്കെടുത്തിട്ടില്ല. 16-കാരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പോക്സോ കേസ് അടക്കം രജിസ്റ്റർ ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ഫോറൻസിക് സംഘമടക്കം വീട്ടിലെത്തി പരിശോധനകൾ നടത്തിയിരുന്നു. സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാളുടെ ജ്യോതിഷാലയം വീടും ഒരുമിച്ചാണ്. മറ്റൊരു ജ്യോതിഷാലയം കൂടി ഇയാൾ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ വീട്ടിൽ ജ്യോതിഷാലയവും ഈ പറയുന്ന മന്ത്രവാദങ്ങളും എല്ലാം തന്നെ നടന്നു വരുന്നുണ്ട്. അവിടെയാണ് ഇവർ എത്തുന്നത്. കഴിഞ്ഞ ദിവസം പകൽ 11 മണിക്കാണ് ഈ കുടുംബവുമായി എത്തുന്നത്. ഈ 16-കാരി പെൺകുട്ടിയോടൊപ്പം അമ്മയും സഹോദരനും ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവർ എത്തിയപ്പോൾ ഇവർ ടോക്കൺ എടുത്ത് കാത്തിരുന്നു. ഏകദേശം ഒരു 3 മണിക്ക് ശേഷമാണ് ഈ ജ്യോത്സ്യനായ ഈ സ്വയം പ്രഖ്യാപിതനായ ഈ തന്ത്രി എന്ന് പറയുന്ന ഈ ജ്യോത്സ്യനെ കാണാനിടയായത്. ജ്യോത്സ്യനെ കാണുകയും പെൺകുട്ടിയുടെ ദേഹത്ത് ബാധ കൂടിയിട്ടുണ്ട്, പ്രത്യേക പൂജകളിലൂടെ മാത്രമേ ഈ ബാധ ഒഴിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇവരെ പറഞ്ഞ് ഈ ജ്യോത്സ്യൻ വിശ്വസിപ്പിക്കുന്നു. അങ്ങനെയാണ് ഈ പെൺകുട്ടിയെ തൻ്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഈ അമ്മ കരുതിയത് പെൺകുട്ടിയെ പൂജാമുറിയിലേക്കാകും കൂട്ടിക്കൊണ്ടുപോയത് എന്നാണ്. പക്ഷേ ഏറെ നേരം കഴിഞ്ഞിട്ടും കുട്ടിയെ പുറത്തേക്ക് വരാത്തത് കൊണ്ട് ആണ് ഈ മാതാവ് അന്വേഷിച്ച് ഊർക്കുള്ളിലേക്ക് പോകുന്നത്. അപ്പോൾ പോകുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഈ വീട്ടിലുള്ളവർ, അതായത് ഈ ജ്യോത്സ്യൻ്റെ ഭാര്യയും അമ്മയും ഇവരെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. പ്രശ്നങ്ങളൊന്നുമില്ല, പേടിക്കേണ്ട കാര്യമില്ല, പൂജ നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു എന്ന് പറയും. ഇവരുടെ മൊഴിയിൽ അങ്ങനെ പറയുന്നുണ്ട്. കൂടുതൽ വ്യക്തത വരാറുണ്ട്, പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഈ കുട്ടിയെ കാണാതായത് കൂടിയാണ് 2 മണിക്കൂറിന് ശേഷമാണ് ഈ മാതാവ് ചെന്ന് കതക് തട്ടി അകത്ത് കയറുമ്പോഴാണ് ഈ കുട്ടി രക്തത്തിൽ കുളിച്ച് നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നൊക്കെ പോലീസിനോട് ഇവർ വെളിപ്പെടുത്തിയത്. എന്തായാലും കുട്ടിയുടെ മൊഴി വളരെ നിർണായകമായിരുന്നു. ക്രൂരമായി മർദ്ദിച്ചു, അതുപോലെ തന്നെ ശാരീരികമായി ഉപദ്രവിച്ചു, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ മാതാവിനോട് വെളിപ്പെടുത്തിയത്. ഉടൻ തന്നെ സമീപത്തുള്ളൊരു വീട്ടിൽ ഈ മാതാവ് കുട്ടിയുമായിട്ട് ചെല്ലുകയും പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തിരുന്നു. പോലീസ് സംഭവ സ്ഥലത്ത് ഉടൻ തന്നെ എത്തി. പക്ഷേ ഈ തന്ത്രി എന്ന് പറയുന്ന ഈ ജ്യോത്സ്യൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട സാഹചര്യമായിരുന്നു ഉണ്ടായത്. എന്തായാലും പോലീസിൻ്റെ സമഗ്രമായ അന്വേഷണത്തിൽ പിറ്റേന്ന് തന്നെ ഇയാളെ കൈയോടെ പിടികൂടാനും സാധിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മുൻപും ഈ വീട്ടിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇതൊന്നും തന്നെ പുറലോകം അറിഞ്ഞിട്ടില്ല. ഈ ജ്യോത്സ്യൻ എന്ന് പറഞ്ഞ ഇയാൾ വലിയ ആൾ സ്വാധീനം, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടൊക്കെ വലിയ സ്വാധീനമുള്ള ആളാണ്. പല കേസുകളും ഇയാൾ സാമ്പത്തികമായിട്ടൊക്കെ ഒത്തുതീർപ്പിലേക്ക് എത്തി എന്നൊക്കെയാണ് നാട്ടുകാരിൽ നിന്നും അറിയാൻ കഴിയുന്നത്. പക്ഷേ നമുക്കറിയാം സോഷ്യൽ മീഡിയയിലടക്കം ഇയാൾ ഒരു പേജ് തുടങ്ങുകയാണ്. ഇത് റീൽസ് അങ്ങനെയുള്ള ഇതൊക്കെ ഇടാറുണ്ട്. ഈ ഇൻസ്റ്റാഗ്രാമിലാണ് കൂടുതലായും ഇയാൾ സമയം ചെലവഴിക്കുന്നത്. അപ്പോൾ ഉന്നതരുമായിട്ടുള്ള ചില ഫോട്ടോകൾ ഇട്ട് ഇയാൾ മറ്റാളുകളിലേക്ക് വിശ്വസ്ത സ്ഥാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഈ നമുക്കറിയാം ചലച്ചിത്രതാരം ദിലീപിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ഇയാൾ ചില പ്രവചനങ്ങൾ നടത്തി. അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിലെ കൊല്ലം ജില്ലയിൽ തന്നെ അബിഗേൽ സാറ റജി എന്ന ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയൊരു കേസുമായി ബന്ധപ്പെട്ട് ഇയാൾ അവിടെ എത്തി ചില പ്രവചനങ്ങൾ നടത്തി. ഇത്തരം പ്രവചനങ്ങൾ നടത്തുകയും ആൾക്കാർ മുന്നിൽ കണ്ണിൽ പൊടിയിട്ട് ചില
നമുക്കറിയാം ഈ വിശ്വാസങ്ങൾ വിറ്റ്, അതായത് ഈ അന്ധവിശ്വാസങ്ങൾ വിറ്റ് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ ഒരു ഗണത്തിൽ തന്നെ പെടുന്ന ഒരാളുമാണ് ഇതെന്നാണ് നമുക്കറിയാൻ കഴിയും. എന്തായാലും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായി ഇയാളെ പിടികൂടി ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. പോക്സോ വകുപ്പ് പ്രകാരമാണ് ഇയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തപ്പോൾ കൊട്ടാരക്കര സബ് ജയിലിലാണ് ഉള്ളത്. യെസ്, വിനീഷ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അത് അത്ര അത് കണ്ട് ദുരൂഹതകൾ നിൽക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ഈ മുരാരി തന്ത്രിയുടെ വീട്ടിനുള്ളിലെ ദൃശ്യങ്ങളാണ്. ആ വീട്ടിനുള്ളിലെ ദുരൂഹതകൾ, ഇയാളുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ, മുമ്പുണ്ടായിരുന്ന ആക്ഷേപങ്ങളൊക്കെ എന്തായാലും ഈ സംഭവത്തോടു കൂടി കൂടുതൽ അന്വേഷണത്തിന് മുന്നിലേക്ക് വരികയാണ്. എന്തായാലും ഇപ്പോൾ ദൃശ്യമാവുന്നത് ആ വീട്ടിനുള്ളിലെ ചില ദൃശ്യങ്ങളാണ്. പൂജാമുറി എന്നും പറഞ്ഞ് സ്വന്തം കിടപ്പുമുറിയിലേക്ക് കുട്ടിയെ കൊണ്ടുപോയി അവിടെ വെച്ച് പീഡിപ്പിച്ചു. ഇതൊക്കെയാണ് ആക്ഷേപം. അവിടുന്ന് രക്തക്കറയടക്കം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇയാൾ മുൻകാലങ്ങളിലും പരാതി ഉയർന്ന ഈ സംഭവമല്ലാതെ നിരവധി സംഭവങ്ങൾ നേരത്തെ ഇയാൾ ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന ആക്ഷേപം കൂടിയുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടും. സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് താൻ വലിയ സ്വാധീന ശക്തിയാണെന്ന് വരുത്തി തീർക്കി പൊതുവിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള നീക്കമാണ് നടത്തിയിരുന്നത്. മുമ്പ് ഒരു ഓട്ടോ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ്. ഇയാളാണ് പിന്നെ തനിക്ക് ജ്യോതിഷം അറിയാമെന്നും താൻ പ്രവചനങ്ങൾ നടത്തുമെന്നുമുള്ള വലിയ അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ചു വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ടെലിവിഷൻ ചാനലിലടക്കം ചർച്ചകളിൽ പങ്കെടുത്ത് വലിയ അവകാശവാദങ്ങൾ ഉന്നയിച്ച വ്യക്തി കൂടിയാണ് ഈ മുരാരി തന്ത്രി എന്ന പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും ആ തരത്തിൽ കൂടിയും വലിയ ആക്ഷേപമുണ്ട്. ഇത് ആ വീടിനുള്ളിലെ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിനീഷ് തുടരുന്നുണ്ട്. വിനീഷ്, ഈ വീടിനുള്ളിലെ ദൃശ്യങ്ങൾ, ആ വീടിൻ്റെ ഒരു ദുരൂഹത സ്വാഭാവികമായും ഈ ആക്ഷേപങ്ങൾക്കിടയിൽ ഉയർന്നു വരികയാണ്. പൂജാമുറി എന്ന് ധരിപ്പിച്ച് കിടപ്പുമുറിയിലേക്ക് കൊണ്ടുപോയി, ഇങ്ങനെ വലിയ ആക്ഷേപങ്ങളുണ്ട്. അപ്പോൾ ഈ വീടിൽ നിന്ന് കിട്ടുന്ന ദൃശ്യങ്ങൾ ഇയാളുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച, അതിലെ ക്രിമിനൽ ബന്ധങ്ങൾ സംബന്ധിച്ച ചില സൂചനകളൊക്കെ നൽകുന്നുണ്ടോ? തീർച്ചയായും ടോം, സജിത്ത്, ഇതിനകത്ത് പറയാനുള്ള മറ്റൊരു കാര്യം, പൂജ സംബന്ധമായ കാര്യങ്ങൾ നടത്തുന്നത് പൂജാമുറിയിലാണ്, അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളാണ്. അത് വീട്ടിൽ തന്നെ ഉണ്ടെന്ന് പറയുന്നത്. പക്ഷേ ഈ പെൺകുട്ടിയെ തൻ്റെ കിടപ്പറയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതാണ് വലിയ ദുരൂഹത ഉണർത്തുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ഈ കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളത് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടിയുടെ തല ഭിത്തിയിൽ അടിച്ചതായിട്ടാണ് പോലീസ് പറയുന്നത്. അതിൻ്റെ ചില സൂചനകളും കാണാൻ കഴിയും. അത് ഭിത്തിയിൽ രക്തക്കറകൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി കൃത്യമായി ഈ സാമ്പിളുകൾ ശേഖരിക്കുകയും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇന്നലെ ഫോറൻസിക് സംഘം എത്തുകയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും ഈ സമാനമായ കേസുകൾ മുൻപും ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇതൊന്നും തന്നെ പരാതിയായിട്ടോ ഒന്നും തന്നെ സ്റ്റേഷനിൽ എത്തിയിട്ടില്ല. കൂടുതലും ഒത്തുതീർപ്പിന്റെ ഭാഗത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അന്ധവിശ്വാസങ്ങൾ വളരെ സമയം ചെലവഴിക്കുന്ന, അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളിലൂടെ ഇത്തരം മാർഗങ്ങളിലൂടെ പരിഹാരം കണ്ടെത്താം എന്ന് കരുതുന്നവരാണ് കൂടുതലും ഇത്തരം പ്രവൃത്തിയിലേക്ക് ആശ്രയിച്ചെത്തുന്നത്. അവരെ ചൂഷണം ചെയ്ത് അവരിൽ നിന്നും പണം തട്ടിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിന് പിന്നിലുള്ള ലക്ഷ്യം. ഇതുമായി ബന്ധപ്പെട്ട് പല സന്നദ്ധ സംഘടനകൾ, രാഷ്ട്രീയ സംഘടനകളെല്ലാം തന്നെ പ്രതിഷേധവുമായിട്ടെല്ലാം ഇന്നലെ എത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു. കർശനമായൊരു നടപടി ഉണ്ടാവണം എന്നുള്ള, ഈ വ്യാജസിദ്ധന്മാരെ കണ്ടെത്തണം എന്നുള്ള ആവശ്യങ്ങളൊക്കെ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഈ മുരാരി തന്ത്രി എന്ന് ഇയാൾ സ്വയം വിശേഷിപ്പിക്കപ്പെട്ടാണ് ഇത്തരം പേരുകൾ തന്നെ സ്വീകരിച്ചത്. ആ ടൗണിൽ തന്നെ ഓട്ടോ ഓടിച്ച് ഉപജീവനമാർഗം നടത്തിയിരുന്ന ഒരു സാധാരണക്കാരനായാണ് ഈ രാജൻ ബാബു എന്ന് പറയുന്ന ഈ ജ്യോത്സ്യൻ. ഇയാൾ അവിടെ ഒരു ജ്യോതിശാലയം നടത്തിയിരുന്നു. അതായത് ഈ ഓട്ടോ ഓടിച്ച് നടന്ന ജംഗ്ഷനിൽ, വെണ്ടാർ ജംഗ്ഷൻ എന്നാണ് പറയുന്നത്, അവിടെ ഒരു സ്ഥാപനം നടത്തുകയും കമ്പ്യൂട്ടർ സംബന്ധമായ കമ്പ്യൂട്ടർ ജാതകം, മാരേജ് ബ്യൂറോ ഇതൊക്കെയായിരുന്നു ഇയാൾ ആദ്യം നടത്തിയിരുന്നത്. ഇതിൻ്റെ മറവിൽ ഇയാൾ അന്നും ഈ ജ്യോതിഷവും ഇങ്ങനെയുള്ള മന്ത്രവാദ പരിപാടികൾ ഉണ്ടായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട്. എന്തായാലും ഒരു സുപ്രഭാതത്തിൽ ഇയാൾ അവിടെ നിന്നും വിദേശത്തേക്ക് ചേക്കേറുന്നു. അവിടെ പോയി ഇത്തരം തരികിട പരിപാടികളൊക്കെ കാണിച്ചു നടക്കാൻ നാട്ടുകാരിൽ നിന്ന് അറിയാൻ കഴിയുന്നു. പക്ഷേ എന്തായാലും നാട്ടിലെത്തിയപ്പോൾ ഇയാൾ വലിയൊരു ദിവ്യനായിട്ടും വലിയൊരു ജ്യോതിഷ പണ്ഡിതനായിട്ടും തന്ത്രിയായിട്ടും ഒക്കെ സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന ഒരാളായിട്ടാണ് നാട്ടിലെത്തുന്നത്. അപ്പോൾ എത്തിയതിന് ശേഷമാണ് ഇയാൾ ധാരാളം പണം സമ്പാദിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പണത്തിൻ്റെ ഒരു സ്വാധീനം വെച്ച് അത്തരത്തിലുള്ള സമൂഹത്തിൽ ഉന്നതരുമായിട്ട് ഇടപെട്ടുകൊണ്ട് ചില ഫോട്ടോകൾ, റീൽസുകളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അയാളൊരു ഇൻസ്റ്റാഗ്രാമിൽ വലിയ രീതിയിൽ 88,000 ഫോളോവേഴ്സുള്ള ഒരു അക്കൗണ്ടിന് ഉടമയായി മാറുന്നു. അങ്ങനെയാണ് അതിൽ നിന്നും ആൾക്കാരിലേക്ക് വലിയ രീതിയിൽ ഒരു വിശ്വാസം ജനിപ്പിക്കുന്ന തരത്തിൽ ഇയാൾ ചില പ്രവചനങ്ങൾ നടത്തുന്നു. ഇതെല്ലാം ആൾക്കാരെ ചൂഷണം ചെയ്താണ്. അങ്ങനെ ഇയാളെ തേടി ആൾക്കാർ എത്തി തുടങ്ങി. മറ്റു നാടുകളിൽ നിന്നാണ്, കൂടുതലും പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ നിന്നോ അല്ലെങ്കിൽ ആ പ്രദേശത്ത് നിന്നോ ആരും ഈ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് ഈ
ജ്യോത്സ്യനെ കാണാൻ പോകാറില്ല എന്നാണ് നമുക്കറിയുന്നത്. മറ്റ് നാടുകളിൽ നിന്നാണ് ആൾക്കാരെത്തുന്നത്. അവരെ കൃത്യമായി ചൂഷണം ചെയ്ത് ഇങ്ങനെ അവരെ പറ്റിച്ച് ഇത്തരം പോക്സോ കേസുകളിൽ അകപ്പെടുത്തുന്ന ചില സാഹചര്യങ്ങളിലേക്കാണ് എത്തുന്നത്. എന്തായാലും ഇയാളെ പിടികൂടി എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ജില്ലയിൽ അല്ലെങ്കിൽ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ഇങ്ങനെ ഈ കള്ളത്തരം കാണിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവരെല്ലാം വെളിച്ചത്ത് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്നുള്ള ഒരാവശ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. യെസ്, മുരാരി തന്ത്രി, ഇയാൾക്ക് പിന്നിലെന്ത്, ഇയാളുടെ കഴിഞ്ഞകാല ഇടപാടുകളെന്ത്, ഇതാണിപ്പോൾ പോലീസ് അന്വേഷിക്കുന്ന കാര്യം. ഗുരുതരമായ ആക്ഷേപമാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് സമൂഹ മാധ്യമ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കൊല്ലം ജില്ലയിലാണ് കേന്ദ്രമെങ്കിലും ജില്ലയ്ക്ക് പുറത്തു നിന്നും നിരവധി ആളുകളാണ് ഇയാളെ കാണാൻ വന്നിരിക്കുന്നത്. എന്തായാലും ഒടുവിൽ പിടികൂടിയിരിക്കുന്നു. ഒടുവിൽ അത് സംബന്ധിച്ച അന്വേഷണത്തിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.